ഞങ്ങള് ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോവാണ്. കുറച്ച് ലേറ്റായി. വീണ്ടും ഒരു പ്രശ്നമുണ്ട്, റിസപ്ഷന് നമ്മൾ ലേറ്റായി. അയ്യാ, ഇത് പറയാനാ ഇത്ര താമസം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ. ഞങ്ങള് ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോവാണ്. കുറച്ച് ലേറ്റായി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയ നിക്കാതെല്ലാം കഴിഞ്ഞു. അവിടുത്തെ 5 മിനിറ്റ് 11:30-12 മണിക്കെന്തോ ആയിരുന്നു കല്യാണം. ഇപ്പൊ 12:30 കാരണം ഇന്നലെ ഞങ്ങൾ ഫൈനൽ കണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. അർജന്റീന ഫൈനൽ കണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി കേസ്. അതുകൊണ്ടാണ്. നല്ല കളിയായിരുന്നു. സ്പെയിൻ നല്ലൊരു കളിച്ചു. സ്പെയിൻ ജയിച്ചു. അർജന്റീന നോക്കി നിന്നു. അർജന്റീന കളിക്കാനുള്ള അവസരം കൊടുത്തില്ല അർജന്റീനക്ക്. എന്തായാലും കൊള്ളാം, സന്തോഷം. അർജന്റീന തോറ്റാൽ സന്തോഷം ഉണ്ടോ? അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് അർജന്റീന നോക്കുന്നതാ സ്പെയിനെ പിടിക്കാം. എന്തായാലും ലാസ്റ്റ് 10 മിനിറ്റേ ഉള്ളു. അതിന് എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. നിക്കണോ അതോ പോണോ? അതിന് അവന്റെ മറ്റേ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അതിന്റെ തന്നെ ടീഷർട്ടും ജേഴ്സി മൊത്തം ഇതായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴത്തേക്ക് എല്ലാ ഉരി കളഞ്ഞിട്ട് അത് ഇന്നലെ അവിടെ കണ്ടില്ല. അത് വെച്ചാൽ സ്പെയിന്റെ അല്ല, അർജന്റീന ജേഴ്സി ഇട്ടുണ്ടോ വരുത്തേ. തോറ്റപ്പോ നൈസായിട്ട് അളിന്ന് സ്വന്തം ഷർട്ട് എടുത്ത് തന്നെ മേളിൽ കൂടെ ഇട്ടിട്ട്. ഇന്നലെ രാത്രിയിലായിരുന്നു കളി. നല്ല രസമായിരുന്നു. സ്ക്രീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ച് സാധനങ്ങൾ നമ്മളിപ്പോ കാണിച്ചു തരാം. കണ്ടിട്ട് വന്നു. ഇപ്പം നമ്മൾ സ്റ്റേഷനിലേക്ക്, കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഒരാളെയും കൂടെ പിക്ക് ചെയ്യാണ്ട് ബിരിയാണി തീരുന്നതിന് മുമ്പെങ്കിലും നമുക്ക് അവിടെ എത്തണം. അതാണ് ചെറുക്കനവിടെ ബാക്ക് സപ്പോർട്ടായിട്ട് ഞാൻ അവനെ ഇറങ്ങുമ്പോഴേ അവിടെ കാണണമെന്ന് പറഞ്ഞു. ഒരു ഫൈനൽ എല്ലാം നശിപ്പിച്ചു ഗൈസ്. അത് കൃത്യം 11 മണിക്ക് പറഞ്ഞാണ്. ആക്ച്വലി നമ്മളിപ്പോ വന്നപ്പോ തന്നെ ടൈമായി. ഇനിയിപ്പോ അവിടെ എത്തുമെന്ന് അറിയത്തില്ല. ഇനി പുള്ളിയുടെ ചീത്തകള് കേൾക്കാൻ നമുക്ക് നോക്കാം. അതെ, ബാക്കി നമ്മള് രാത്രി കോമ്പൻസേറ്റ്. പ്രശ്നമൊന്നുമല്ല, ചെറുക്കനൊരു അർജന്റീന ഫാനാണ്. അവനിനി അതിന്റെ വിഷമത്തിലായിരിക്കും ചിലപ്പോ, പറയാൻ പറ്റില്ല. ഇന്നലെ ക്ഷീണത്തിൽ അവൻ അത്രയ്ക്ക് ഒരു ഭ്രാന്തൊന്നുമില്ല. ദിസ് ഈസ് കൊല്ലം ഗൈസ്, കൊല്ലം മെയിൻ കൊല്ലം. അളിയന്മാരെ എങ്ങനെയും താങ്ങിയാണ് വയലുകാരന്മാരെ. അതെ, ഇതാണ് ഇവിടുത്തെ RP മാൾ. കൊല്ലം RP കൊല്ലത്തെ ഫസ്റ്റ് മാളാണ്. കൊല്ലത്തെ ഒരു മാളല്ലേ ഉള്ളു. കൊല്ലത്തെ ഫസ്റ്റ് മാൾ, ആദ്യത്തേതും അവസാനത്തേതും. ജോയ് അലുക്കാസ് ഉണ്ട് ഇവിടെ. പാലൊക്കെ ഉണ്ടോ? അത് മാളെന്ന് പറയുമ്പോ അകത്തൊക്കെ ഇങ്ങനെ AC-ക്കകത്തൊക്കെ ഗവൺമെന്റ് സ്കൂൾ ക്ലോക്ക് ടവർ. എന്ത് പറഞ്ഞാലും നമ്മള് ക്ലോക്ക് ടവർ ആണ് ആദ്യം. ഞാൻ എവിടെയാണെന്നറിയോ ഫസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അതെ, കണ്ടാൽ തന്നെ അറിയാം കൊല്ലത്ത്. കൊല്ലത്തിന്റെ മുഖം എല്ലാ സാധനം. പുതിയകാവ് ടെമ്പിൾ. ഇവിടെ പണ്ടൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പണി കാണാൻ പറ്റും. കാത്തിരി നാളെ എത്തി ഗൈസ്. ഇവളുടെ തലയിലിടാം നമ്മള് ലേറ്റ് ആയതിന്. ആരും ഉണ്ടോ? അതെ, എത്തി. എല്ലാം കൂടെ അഴിഞ്ഞു പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി കല്യാണത്തിന്. ഓക്കെ ഗൈസ്, ഞങ്ങൾ റിച്ച് പീപ്പിൾസ് ഒക്കെ ഉണ്ട്.
കല്യാണം 11:30-ക്കായിരുന്നു. ഇപ്പോൾ സമയം 12:50. ചെറുതായിട്ടൊന്ന് ലേറ്റായി ഗൈസ്. നമ്മൾ വരാവുന്ന ടൈം അത് ഇവിടെ അത്ര നിക്കത്തില്ല. എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. കല്യാണത്തിന്റെ മോഡലല്ല എന്താ പറയാനോട്. പരിപാടി കഴിഞ്ഞ് ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും വെള്ളം എടുത്ത് പോണേ വണ്ടിയോട് നടക്കും ഓടിയതാന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ഭയങ്കര ലേറ്റ് ആയി പോയി ഗൈസ്. ലേറ്റ് ആയി പോയി. സോറി പോത്തിലടാ. അപ്പൊ കേറട്ടെ. നമ്മൾ അടച്ചിട്ടേക്കും. സായി നമ്മൾ വീണ്ടും ലേറ്റ് ആവുകയാണല്ലോ. വണ്ടിയാണ് ഭയങ്കര ബ്ലോക്കും. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഞങ്ങൾ തേരാപ്പാര നടക്കും. കല്യാണം കഴിഞ്ഞോന്നൊരു ഡൗട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, മോൻ കാണിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നോ? എന്തായാലും നോക്കാം കൈസ്. അകത്തോട്ട് പോയി നോക്കട്ടെ. ഇങ്ങനെ ഇവിടെ നിന്നപ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. ഈ ജേഴ്സികളൊക്കെ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? എല്ലാം റൊണാൾഡോ ആണല്ലോ. ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? ഇനി ബാക്കി കളികളൊക്കെ വരുമ്പോടാം. നമ്മൾ കേറി. ആരും പോയിട്ടില്ല, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. നമ്മള് ലേറ്റ് ആയിട്ടില്ല. നല്ല സമയത്താണ് നമ്മൾ എത്തിയത്. അവിടെ ഭയങ്കര തിരക്കാണ്. പോകാൻ പറ്റൂല. നമ്മൾ എന്തായാലും നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്ക് സീറ്റും കിട്ടി. എന്താന്ന് അറിയില്ല, അടുത്ത റിയാക്ഷൻ അറിയില്ല. എന്തേലും കഴിക്കണം. നല്ല വിശപ്പ്. അവന്റെ അടുത്ത് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. കണ്ണാടി എടുത്ത് ചെറുക്കന്റെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കി നീ പൊക്കി കാണിച്ചേ. കണ്ട് ഐഡിയ സക്സസ്. അത് നമ്മുടെ അടുത്ത പ്ലാൻ എന്താടാ? ഫുഡ് കഴിച്ചല്ല, ഇത് എപ്പോ തീരുമെന്ന് അറിയത്തില്ല. ഭയങ്കര ആളാണ്. ഞങ്ങൾക്കാണ് വിശക്കൊന്നുമുണ്ട്. പയ്യെ തിന്നണം. ഫോട്ടോ എടുത്തിട്ട് കഴിക്കാം. നമ്മളങ്ങനെ അടുത്തെത്തി. അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് വലിയൊരു പ്രോസസ്സായിരുന്നു. കുറച്ചടുത്തെത്തി. ഇനി ഫോട്ടോ എടുക്കണം. തിരക്കിനിടയിൽ പെട്ടുപോകും. ഇവിടെ നിന്നോട്ടാ. എന്താണ് സാർ? കൊള്ളാല്ലേ? ഞാൻ രണ്ടുമൂന്ന് ഷോട്ട് എടുത്ത് അയച്ചുതരാം. ഇതിന്റെ നമ്മൾ നിന്ന് ബോറടിച്ചപ്പം ഇവിടുത്തെ പൂവും കായൊക്കെ നോക്കുകയാണ്. കണ്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി പാവപ്പെട്ടവിടെ വന്ന് നിന്നേ. എങ്ങനെയുണ്ട്? അവസാനം ഒരു കസേര കിട്ടി, അവിടെ ഇരിപ്പായി. ഓക്കെ, ഒടുവിൽ നമ്മളെത്തി ഗൈസ്. നമ്മളടുത്തെത്തി. ഒടുവിൽ ഫൈനലി നമ്മൾ സ്പോട്ടിൽ കയറി വന്നു. എന്റെ അവനെന്ത് ചെയ്യും? ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഫോട്ടോ എടുപ്പും അവരുടെ കഴിഞ്ഞു. ഇനി നമ്മള് ഇനി അവിടെ പോകാം. ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ട് വരാം. കഴിക്കുന്ന കാണിച്ചു തരാം. എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ. എവിടെ ഇരിക്കുന്ന? ഫുള്ളല്ല, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഇരിക്കാൻ. നല്ല സ്ഥലം നോക്കി. നമുക്കുള്ളത് ബീഫ് ബിരിയാണി. എന്നൊക്കെ കിട്ടിയില്ലേ? പപ്പടമുണ്ട്,
ബീഫ് ബിരിയാണി ഉണ്ട്. ഇനി ഡയറ്റ് ആയതുകൊണ്ട് ബീഫ് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് റൈസ് വാങ്ങിക്കാം. അല്ല, ബീഫ് ബിരിയാണി അങ്ങനെ തിന്നത്തില്ല, അതാ. റൈസ് വിത്ത് ചിക്കൻ കൊണ്ടാട്ടമാണോ? കഴിച്ചു നോക്കട്ടെ. കൊള്ളാം ഗൈസ്, അടിപൊളി. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം, ഇതൊന്ന് തീർക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് കഴിച്ച് നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ചെറിയ സൊറ പറഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ. ചെറുക്കനെ പെണ്ണെ കാത്തിരിക്കുകയാണ്. അവിടുത്തെ യാത്ര പറഞ്ഞിട്ട് പയ്യെ ഇറങ്ങണം. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്, മഴയുണ്ട്. അതെ. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ടത്തെ റിസപ്ഷനുണ്ട്, അതോടെ കാണിച്ചിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. അതുവരേക്കും ചെറിയ ബ്രേക്ക്. ഗൈസ്, അപ്പോൾ കല്യാണം പരിപാടി കഴിഞ്ഞു, ഇനി റിസപ്ഷന് പോവാണ്. റിസപ്ഷൻ്റെ ലുക്കാണ്. റിസപ്ഷന് പോവാണ് ഇനി അടുത്തത്. ഫുൾ ഫാമിലി ആയിട്ട്. ഓൾ സെറ്റ്, ലെറ്റ്സ് ഗോ. റിസപ്ഷന് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. വീണ്ടും ഒരു പ്രശ്നമുണ്ട്, റിസപ്ഷന് നമ്മൾ ലേറ്റായി. 6 മണിക്കായിരുന്നു റിസപ്ഷൻ, ഇപ്പോൾ അത് 7:15. വീണ്ടും ഞങ്ങൾ ചരിത്രം ആവർത്തിക്കുകയാണ്. ഓക്കെ, അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്തി ഗൈസ്. 7:30 ആയപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ എത്തി. എല്ലാവരും അകത്ത് കയറാൻ വെയിറ്റ് ചെയ്യാണ്. വണ്ടി പാർക്ക് ചെയ്യണം, കുറേ പരിപാടിയുണ്ട്. അകത്ത് പോയി ചെറുക്കനെ വെണ്ണം കാണട്ടെ. ലേശം വെള്ളം എടുക്കട്ടെ. എന്താ വേണ്ടേ? തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട്. ഇതും തണ്ണിമത്തനല്ലേ? പോപ്കോൺ എങ്ങനെ ഉണ്ടമ്മാ? കൊള്ളാവോ? എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ. ഐസ്ക്രീം ഉണ്ട്, പോപ്കോൺ ഉണ്ട്. ഐസ്ക്രീം ആണോ? നല്ല വൈബാണ് ഇവിടെ. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അങ്ങനെ ആരും എണീച്ചിരിക്കുകയാണ്. ആരും എവിടാ? നമ്മളെവിടാ? നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതിപ്പോൾ ഉടനെ കൊടുക്കും. എല്ലാവരും വന്നിട്ട് ചെറുക്കനും പെണ്ണിനും ഉടനെ കൊടുക്കും. അവരിവിടെ ഫോട്ടോ എടുപ്പിൻ്റെയൊക്കെ ബിസിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സമാധാനമായിട്ട് കൊടുക്കാം. ഓക്കെ, ഫുൾ തിരക്കായിരുന്നു ഇവിടെ. എന്താ ലേറ്റായേ? എന്താ? ഇനി എന്താണ് പരിപാടി?
ഞങ്ങൾ പഠിക്കാൻ വൈബ് പിടിക്കാൻ വിടുക. ഇനി എന്തേലും പോയി കഴിക്കട്ടെ guys. നല്ല നല്ല ഓട്ടോ അതെ അതെ കഴിക്കട്ടെ. ബാബു അത് എവിടാന്ന് കണ്ടുപിടിക്കണം. അത് എവിടാന്ന് കണ്ടുപിടിക്കണം. അത് വണ്ടിയിൽ ആര് സ്ഥലം എവിടാന്ന് അറിയാം കഴിക്കുന്നത്? ഞാൻ ആദ്യം അതാ നോക്കിയത്. കണ്ടുപിടിക്കാം. മൈക്കിൽ കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ ഒരു ഫ്രെയിം. ഓക്കെ ബൈ. പാട്ട് തുടങ്ങി. എന്താ ഫൈനലി ഗൈസ് നമ്മളിവിടെ എൻ്റെ കൗണ്ടറിൻ്റെ അടുത്ത് വന്നു. നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകും. ഭയങ്കര നല്ല തിരക്കുണ്ട്. ഫുഡിന്റെ സെക്ഷൻ എത്തി ഗൈസ്. ഇനി കഴിക്കട്ടെ എന്തെങ്കിലും. പോണ് ഗൈസ്. ആരു ഓടി ഓടി പോവാ. നമ്മുടെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം നമ്മുടെ ഒരു മൈക്ക് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉടനെ ഒരു മൈക്കൊക്കെ വാങ്ങിച്ച് സെറ്റാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് സൗണ്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വേറെ എന്തെങ്കിലും ഒന്നുമില്ല. വയറ് നിറഞ്ഞു സമാധാനമായി. ഉറക്കം വരുന്നത് ഇന്നലെ ഫൈനൽ കണ്ടുകൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റിയില്ല. നല്ല അപ്പോ അങ്ങനെ അത്രേ ഉള്ളു. ഇന്ന് കല്യാണ റിസപ്ഷനെ കഴിഞ്ഞു. ഫൈനൽ അർജന്റീന തോറ്റു. അപ്പോ അത്രേ ഉള്ളു. ശരി ഗൈസ്. അപ്പൊ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം. സൈനിങ് ഓഫ്. ബൈ. അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.